ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങൾ തകർന്നത് നാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. തകരാനുണ്ടായ കാരണം ആദ്യം ചില ആളുകൾ ക്രൂരത ചെയ്തു. ആ ക്രൂരതയെ പലരും അഭിനന്ദിച്ചു. പിന്നീട് മറ്റുള്ളവരും ക്രൂരന്മാരായി. എത്രയോ നാടുകൾ നല്ലതായി മാറി. നല്ലതാവാനുള്ള കാരണം ക്രൂരതയുള്ള നാട്ടിലും നന്മ ചെയ്യാൻ ശ്രമിച്ചു, അവർക്ക് കയ്യടി ലഭിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അങ്ങനെയല്ലേ ചെയ്തത്? അവിടെ എന്തെല്ലാം വൃത്തികേടുകളുണ്ടായിരുന്നു. ആ വൃത്തികളുടെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയാണ് അവിടെ വിതച്ചത്. അതുകൊണ്ട് പിന്നീട് ലോകം ആ നബിയെ തിരിച്ചറിഞ്ഞു. ഇന്നും ആ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആളുകൾ പറയുകയാണ്, സല്യൂട്ടേഷൻ വരികയാണ്. ഈ സല്യൂട്ടേഷൻ നമുക്ക് ലഭിക്കണം, നമ്മുടെ നേതാക്കൾക്ക് ലഭിക്കണം, നമ്മുടെ അനുയായികൾക്ക് ലഭിക്കണം. അത് ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. ആ നന്മ ചെയ്യുമ്പോൾ അത് ആർക്ക്? അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നന്മ ചെയ്യണം. അങ്ങനെ നന്മ ചെയ്താൽ നാം നല്ലവരാകും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്താൽ പകരം ലഭിക്കുക നന്മയാണ്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ. ആരും തെറ്റ് ചെയ്താൽ ആ തെറ്റിന്, തിന്മ ചെയ്താൽ ആ തിന്മക്ക് പകരം ലഭിക്കുക തിന്മയാണ്. പക്ഷേ തിന്മ ചെയ്ത ആളുകെ പകരം തിന്മ കൊടുക്കാൻ നമ്മൾ പോകണ്ട, നമ്മൾ അവർക്കും മാപ്പാണ് കൊടുക്കേണ്ടത്. അതാണ് ഖുർആൻ്റെ അധ്യാപനം. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. തിന്മ ചെയ്തവന് നിങ്ങൾ നന്മ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അവൻ ആ തിന്മയിൽ നിന്ന് മാറുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും. ഈ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ പ്രതിജ്ഞ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.